നമുക്കിപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജർമ്മൻ ടിവിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഒപ്പം വിദേശകാര്യ വിദഗ്ധനുമൊക്കെയായ PM നാരായണൻ നമുക്കൊപ്പം ചേർന്നുണ്ട് തത്സമയം ഹലോ മലയാളത്തിൽ. ശ്രീ PM നാരായണൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, ശ്രീ PM നാരായണൻ, ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷ സാഹചര്യം അത് 2 ആഴ്ച കൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ ട്രംപ് 48 മണിക്കൂറിൽ തീരുമാനം മാറ്റി ഇറാനെ, അതും ഇറാന്റെ 3 തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. അത് ട്രംപിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയല്ലേ? സർജിക്കൽ സ്ട്രൈക്ക് ആണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ അന്താരാഷ്ട്ര നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നേരിട്ടിടപെടുന്നത്. നമ്മളെല്ലാം കരുതിയിരുന്നത് പോലെ അമേരിക്കയുടെ യുദ്ധമാണിത്. ഇസ്രായേലിന്റെ തോളിൽ കയറിയിരുന്ന് അമേരിക്ക ചെയ്യുന്ന യുദ്ധമാണിത്. പതിറ്റാണ്ടുകളോളം ഇറാന്റെ മേലുണ്ടായിരുന്ന ആരോപണമാണ് ഈ ന്യൂക്ലിയർ പ്യൂരിഫിക്കേഷൻ എന്നത്, ആണവ പദ്ധതി ഉണ്ട് എന്നുള്ളത്. ആ പദ്ധതിക്ക് മേലെയാണ് ഇപ്പോൾ അമേരിക്ക ബോംബിട്ടിരിക്കുന്നത്. അതോടുകൂടെ വേണമെങ്കിൽ ഈ യുദ്ധം നിർത്താം. പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. ഒരു ന്യൂക്ലിയർ ആയുധങ്ങളെ നിർവീര്യമാക്കാൻ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ റെജീം ചേഞ്ച് എന്നുള്ള ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഒരു ടാർഗറ്റ് മാത്രമേ ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ, ഇനിയും ചില ടാർഗറ്റുകൾ അവിടെ ബാക്കിയുണ്ട് എന്നുള്ള ചില അർത്ഥപൂർണമായ ഒരു വെച്ചിട്ടാണ് ട്രംപ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിനർത്ഥം ഇനിയും ചില പദ്ധതികൾ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു രാജ്യത്തിന് മേൽ കടന്നു കയറുമ്പോൾ ആ രാജ്യത്തിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ് ആ മേഖലയിൽ മുഴുവൻ നിലനിൽക്കുന്നത്. ഇത്രയും കാലം ഇറാന്റെ പിറകിൽ ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇസ്രായേലിന്റെ യുദ്ധം എന്നത് ഇസ്രായേലിന്റെ മാത്രമല്ല, ഇസ്രായേൽ, അത് കഴിഞ്ഞ് അമേരിക്ക, അത് കഴിഞ്ഞ് യൂറോപ്പ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലെയറുകളിലൂടെ ABCD പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ യുദ്ധം ഇറാൻ മാത്രം ചെയ്യേണ്ടതായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ. പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഭീതിയോടെ കാത്തിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ അറബ് മേഖലയുടെ ക്ഷമ ഒരു പരിധിവരെ കെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അറബ് മേഖലയിലെ ചില അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മേൽ ഇറാൻ കടന്നാക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇത് വലിയ രീതിയിലുള്ള എസ്കലേഷന് വഴിതെക്കും. ഇപ്പോൾ ഓൾറെഡി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലാണ് ആ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ശ്രീ PM നാരായണൻ. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നേരത്തെ ഇസ്രായേലിന് അനുകൂലമായി തീരുമാനമെടുത്തിരുന്ന പല രാജ്യങ്ങളും അവർക്കെതിരെ തിരിയുന്ന അല്ലെങ്കിൽ അവർക്കെതിരായ പ്രസ്താവനകൾ നടത്തുന്ന നിലയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ മേഖലയിൽ ഇത്രയും കാലം അമേരിക്കയ്ക്ക് പിന്തുണയായി നിന്ന രാജ്യങ്ങളായിരുന്നു, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ സൗദി അറേബ്യ, UAE എന്നുള്ളതെല്ലാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഒരു മാസം മുമ്പ്, ഈ യുദ്ധത്തിന്റെ ഒരു മാസം മുമ്പാണ് ട്രംപ് അവിടെ വരികയും സൗദി അറേബ്യയുമായി $600 ബില്യൺ ഒരു അഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തു പോയത്. പക്ഷേ ഈ സൗഹൃദം എന്നത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെങ്കിൽ ഈ സംഘർഷം വലിയ രീതിയിൽ എക്സ്പ്ലോഡ് ചെയ്യപ്പെടും. അത് ആണ് നമ്മളെല്ലാവർക്കും വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത. ഇപ്പോൾ ഓൾറെഡി കിട്ടുന്ന വാർത്ത അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ ഭീഷണിയാണ്. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന ഓയിലിന്റെ വലിയൊരു ശതമാനം ആ മേഖലയിലാണ് ഇവിടെ എത്തുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇസ്രായേലും ഒരേപോലെ സൗഹൃദ പട്ടികയിലുള്ളതാണ്. 2 സുഹൃത്തുക്കൾ തമ്മിലടിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരേണ്ടത്. കാരണം ഇന്ത്യക്ക് ഈ വിഷയത്തിൽ വലിയൊരു ആശങ്കയുണ്ട്. കാരണം 2 രാജ്യങ്ങളുമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ നല്ലൊരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ PM നാരായണൻ, ഇപ്പോൾ ഈ GBU-57 പോലുള്ള ബങ്കർ ബസ്റ്റിംഗ് ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ആക്രമണം കൊണ്ട് ലോകത്ത് സമാധാനം പുലരും എന്ന് ട്രംപ് പറയുന്നതിനെ നമ്മൾ എങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ? അമേരിക്കയുടെ ഒരു നിലപാട് തന്നെ അതാണ്. യുദ്ധം ചെയ്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു വഴിയിലൂടെയാണ് ആ രാജ്യം ഇക്കാലം അത്രയും കടന്നുപോയത്. ഇറാഖിൽ അത് നമ്മൾ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ 20 കൊല്ലം യുദ്ധം ചെയ്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു, പ്രധാനം ഒന്നും നടന്നിട്ടില്ല. ഇതൊരു ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു നിലപാടാണ്. അതിന്റെ ഒരു റീട്രയലാണ് നമ്മളിപ്പം ഇറാനിലും കാണുന്നത്. ഒരു ബോംബ് കൊണ്ടോ ഒരു
കൊണ്ടോ ഒരു ആണവായുധം കൊണ്ടോ ഒന്നും തീർക്കാവുന്നതല്ല ഈ മേഖലയിലെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു ഏരിയൽ ബോംബ് കൊണ്ട് മാറ്റാവുന്നതല്ല ഒരു രാജ്യത്തിന്റെ എന്താ എന്ന് വെച്ചാൽ ഒരു റെജീം ചേഞ്ച് എന്നുള്ളത്. ഇത് പലപ്പോഴും അമേരിക്ക നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം കാൽക്കുലേഷൻസ് തെറ്റിയിട്ടുമുണ്ട്. അത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. ഈ സ്പെസിഫിക് കേസിൽ ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിൽ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ അമേരിക്കയെ എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം എന്നത് ഇറാനാണ്. ആ ഇറാനെ വരുതിയിൽ വരുത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഈ അക്രമത്തിന്റെ പിന്നിലുള്ളത്. പക്ഷെ ഇറാന്റെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ മേഖലയിൽ ഇറാന് തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒട്ടനവധി സംവിധാനങ്ങൾ അമേരിക്കയുടേത് തന്നെയുണ്ട്. അമേരിക്ക വരെ പോണ്ട ഇറാന് തിരിച്ചടിക്കാൻ. ഇറാന് ഈ മേഖലയിൽ തന്നെ അമേരിക്കൻ താവളങ്ങളുണ്ട്, അമേരിക്കൻ പട്ടാളക്കാരുണ്ട്. ഏകദേശം 50,000-ലധികം അമേരിക്കൻ പട്ടാളക്കാരെ അക്കാലത്തെല്ലാം ചെറികിടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. അപ്പം ഏതെങ്കിലും ടാർഗറ്റിനെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ കടുത്ത തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഈ യുദ്ധം വഷളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഇത് ഒരു വസ്തു നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഇറാന്റെ മേൽ ഉണ്ടായിരുന്ന ഒരു ആരോപണം എന്നത് ഈ ന്യൂക്ലിയർ ആണവ പദ്ധതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ മേലെയാണ് ഇപ്പോൾ അമേരിക്ക ബോംബിട്ടിരിക്കുന്നത്. അങ്ങനെ ബോംബിട്ട് ആ ആണവ പദ്ധതി എന്നുള്ളത് നിർവീര്യമാക്കുന്നതോടുകൂടെ വേണമെങ്കിൽ ഇതൊരു യുദ്ധത്തിന്റെ പോസ് അറ്റ്ലീസ്റ്റ് തൽക്കാലത്തേക്കെങ്കിലും ഒരു ഇടവേള നൽകാൻ സാധിക്കും ലോകരാജ്യങ്ങൾ ഒരുമിച്ച് തയ്യാറെടുക്കുകയാണെങ്കിൽ. പക്ഷെ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആ മേഖല മുഴുവൻ ഇപ്പൊ ഇതൊരു സംശയമാണ്. എന്റെ ഈ ചോദ്യം എത്രത്തോളം കറക്റ്റ് ആണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അത് US പ്രസിഡന്റിന്റെ വാക്കുകൾ വന്നു, ഇറാനും അത് ശരിവെക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഇറാൻ പറയുന്നത് അവിടെ നമ്മൾ മുഴുവൻ ഒഴിപ്പിച്ച സ്ഥലമാണ്, അതുകൊണ്ട് മതിയായ എത്ര ആൾനാശമോ അല്ലെങ്കിൽ മറ്റു നാശമോ ഒന്നും ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെയാണ് രണ്ട് രാജ്യങ്ങളും എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇറാൻ ഈ ഒരു ആണവായുധം നിർമ്മിച്ചാൽ അവർക്കൊരു ന്യൂക്ലിയർ പവർ വരും, ഒരു മേൽക്കോയ്മ വരും. അത് ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിലും അത് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. കഴിഞ്ഞ ആഴ്ച, അതായത് ഈ G7 ഒക്കെ നടക്കുന്ന സമയത്താണ് അസിം മുനീറിനെ ഈ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ച് അവിടെ ഇൻവൈറ്റ് ചെയ്തതും അദ്ദേഹത്തിന് ഒരു സൽക്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ആണവായുധമാണ് പ്രശ്നമെങ്കിൽ, അമേരിക്കയുടെ പ്രശ്നമെങ്കിൽ, പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്. ഇതേ രീതിയിൽ തന്നെ അത് ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആണവായുധം മാത്രമല്ല അമേരിക്കയുടെ പ്രശ്നം, അതിൽ അപ്പുറത്തുണ്ട്. ആ മേഖലയിൽ അമേരിക്കയോട് നിവർന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരേ രാജ്യം ഇറാനാണ്. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഈ ആണവായുധത്തിന്റെ കാര്യത്തിൽ തന്നെ ഓൾറെഡി അവിടുന്ന് പല ആണവായുധ സാമഗ്രികളും മാറ്റിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ മറുപടി തരാം എന്ന് പറഞ്ഞ ട്രംപ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മറുപടി കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിലുള്ള മാറ്റലുകൾ അവർ അറിഞ്ഞിട്ടുണ്ടാവാം. ഓൾറെഡി ഇറാൻ തന്നെ സംബന്ധിച്ച കാര്യമാണ്. അവിടെ ആളുകളെ, അതായത് സയന്റിസ്റ്റുകളെ ഒക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അവർ ഓൾറെഡി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ആണവ ആയുധ നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ മാറ്റിയിട്ടുണ്ടാവും, യുറേനിയം മാറ്റിയിട്ടുണ്ടാവും. ഇതെല്ലാം നടക്കുന്നത് ഭൂമിക്കടിയിൽ 300-400 അടി താഴെയാണ്. അതായത് ഇവർ ഈ താവളങ്ങൾ ഉണ്ടാക്കാനും ഈ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് മൊത്തം ലാബുകൾ ഉണ്ടാക്കാനൊക്കെ വിദഗ്ധരാണ് ഈ കൂട്ടര്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ലഭിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇറാന്റെ ആണവായുധ പദ്ധതിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻസ്പെക്ഷന് വിധേയമായിട്ടുള്ള ആണവായുധ പദ്ധതി. ഈ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ആളുകൾ ഇപ്പോഴും ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അമേരിക്കയ്ക്ക് കാണാൻ സാധിക്കുകയും അതിനെ അമേരിക്ക അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ തരത്തിലൊരു വിരോധാഭാസം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു യുദ്ധമാണ്. ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിന് മുമ്പിൽ ഓൾറെഡി ഒരു യുദ്ധം നിൽക്കുന്നുണ്ട്, ഈ റഷ്യ-ഉക്രൈൻ യുദ്ധം. അതിലും കൂടുതൽ മാരകമായ രീതിയിൽ എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു യുദ്ധമായിട്ട് ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പി നാരായണൻ, ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മധ്യസ്ഥ ശ്രമങ്ങൾക്കൊന്നും രണ്ട് രാജ്യങ്ങളും, ഇറാനാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും വഴങ്ങുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല. രണ്ടുപേരും കൗണ്ടറും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിച്ച് മുന്നോട്ട് പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അമേരിക്കയുടെ ഇടപെടൽ കൂടി വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഡിവൈഡിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ടോ ശ്രീ പി നാരായണൻ? ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഇറാന് പിന്നിൽ റഷ്യ, ഇപ്പം ഓൾറെഡി റഷ്യയുടെ ഭാഗത്ത് നിന്ന് കടുപ്പിച്ചിട്ടല്ലെങ്കിൽ പോലും ഇസ്രായേൽ ഇതിൽ നിന്നും പിന്മാറണം എന്നൊരു പ്രസ്താവനയൊക്കെ ട്രംപിന്റെ ഭാഗത്ത് നേരത്തെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്ക കൂടി ഇടപെട്ട സ്ഥിതിക്ക് ഇനി ഈ പറയുന്ന പോലെ ഇറാനും
പുറകിൽ റഷ്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അണിചേരാനുള്ള ഒരു സാധ്യത, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പിന്നിൽ അണിചേരാനുള്ള ഒരു സാധ്യത, അതൊക്കെ വിദൂരമാണോ അതോ ഉടൻ അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് ലോകം ഡിവൈഡ് ചെയ്യപ്പെടുമോ? ഈ അമേരിക്കയ്ക്ക് പിന്നിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചേരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ റഷ്യ ഇറാന്റെ പിന്നിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചേരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്ന്, റഷ്യക്ക് ഓൾറെഡി ഒരു യുദ്ധം കയ്യിലുണ്ട്, അത് തന്നെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അവർ. രണ്ട്, റഷ്യയുടെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് സിറിയയൊക്കെ ആയിരുന്നു. സിറിയയിൽ ഭരണമാറ്റത്തിലൂടെ റഷ്യയുടെ ഇൻഫ്ലുവൻസ് ആ മേഖലയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചൈനയാണ്. ചൈനയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-70 വർഷമായിട്ട് ചൈന ഒരു യുദ്ധത്തിലും ഒരു കാലത്തും നേരിട്ട് ഇടപെട്ടിട്ടില്ല. മേ ബി പിന്നിൽ കൂടെ സഹായിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ അത് തന്നെയാണ് ചൈനയുടെ ശക്തിയും. അതെ, ലോകത്ത് ഒരു യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാതെ നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന വലിയ രാജ്യങ്ങൾ ഒന്നുണ്ടെങ്കിൽ അത് ചൈന മാത്രമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ പിന്തുണ നേരിട്ട് ഇറാന് ലഭിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ യുദ്ധം എന്നത് ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്ന് ചെയ്യുന്നതാണെങ്കിൽ ഇറാന്റെ യുദ്ധം എന്നത് ഇറാൻ മാത്രം ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സൗദി അറേബ്യയും ഖത്തർ, UAE എന്നുള്ള രാജ്യങ്ങളുടെ ഒരു മോറൽ പിന്തുണയെങ്കിലും ഇറാന് ലഭിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലും ലഭിക്കാത്ത ഇനി നമ്മൾ ഈ ഇന്ത്യയുടെ കേസിലേക്ക് വന്നാൽ നമ്മൾ തുടക്കത്തെ അങ്ങ് പറഞ്ഞു തുടങ്ങിയതുമാണ്. ഈ പറയുന്ന പോലെ രണ്ട് രാജ്യങ്ങളുമായിട്ടും വളരെയധികം നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇറാൻ ആണെങ്കിൽ നമ്മുടെ നല്ലൊരു വാണിജ്യ പങ്കാളിയാണ്. ഈ ഒരു വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഓയിലൊക്കെ ഇന്ത്യ വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ്. ഇസ്രായേൽ ആണെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു ഡിഫൻസ് പാർട്ണറാണ് ഇസ്രായേൽ. അങ്ങനെ രണ്ട് രാജ്യങ്ങളുമായിട്ടും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യ. എല്ലാ കാലത്തും എല്ലാ യുദ്ധങ്ങളിലും ഒരു ചേരിചേരാ നയം പിന്തുടരുന്ന ഇന്ത്യ ഇവിടെയും അത് തന്നെയാണോ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത? ഇനി എന്തെങ്കിലും മറ്റൊരു കാര്യങ്ങളിലേക്കൊക്കെ ഈ യുദ്ധം പോവുകയാണെങ്കിൽ ഇന്ത്യയെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട് ശ്രീ പി നാരായണൻ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിവിശേഷം? ഇന്ത്യയെ വളരെ വലിയ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണിത്. ഒന്ന്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരത്ത് നടക്കുന്ന ഒരു യുദ്ധമാണിത്. അമേരിക്കയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഈ കാര്യത്തിൽ. കാരണം അമേരിക്കയുടെ സെൽഫ് സഫീഷ്യന്റ് ആണ് ഓയിലിന്റെ കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യങ്ങളിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യയുടെ ഓയിൽ, അതായത് എനർജി റിക്വയർമെന്റ് ഇറാന്റെ ആവശ്യമുണ്ട്. ഇന്ത്യയുമായി വളരെ സൗഹൃദമുള്ള രാജ്യമാണ്. ഇന്ത്യയുമായി റുപ്പി, ഇറാൻ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ തയ്യാറായ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. അതായത് ഈ ഡോളർ ഇല്ലാത്ത സമയത്ത്. അത് മാത്രവുമല്ല, ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ് ഈ ഓയിലെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നത്. അതൊരു കാര്യം. അത് മാത്രവുമല്ല, ഈ ചബഹാർ പോർട്ട് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് അവിടെ ആ ഷിപ്പ് യാർഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒട്ടനവധി ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആ മേഖലയിലുണ്ട്. അതുമാത്രമല്ല, ഒരു കൾച്ചറൽ ലിങ്കും ഇറാനുമായിട്ട് ഇന്ത്യക്കുണ്ട്, വളരെ കാലങ്ങളായി നിലനിൽക്കുന്നത്. ഇതിന് അറ്റ് ദ സെയിം ടൈം ഇസ്രായേലിന്റെ കാര്യത്തിലും ഇന്ത്യയുടെ സെക്യൂരിറ്റി, ഒരുപാട് ഇസ്രായേലിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആയുധത്തിൽ ഇസ്രായേലുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ് ഏത് രാജ്യത്തോട് ചേർന്ന് നിൽക്കും എന്നുള്ളത്. പക്ഷേ ഓഫ് ലേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പം നമ്മൾ പാകിസ്ഥാൻ ഇറാനോട് ചേർന്ന് നിൽക്കുന്നതായി കാണുന്നു എങ്കിൽ പോലും പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കൻ അനുകൂലമായ നിലപാടെടുക്കുന്നതാണ് കാണുന്നത്. കാരണം ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ആസിം മുനീറിനെ അവിടെ കൊണ്ടുപോയി ഉച്ചഭക്ഷണം കൊടുത്തതിലൂടെ പാകിസ്ഥാന്റെ നിലപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ പി നാരായണൻ. നമുക്കിപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു.